നമ്മൾ മതം പഠിപ്പിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഈ സാമൂഹ്യ ബോധം കുട്ടികളെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ലാതായിപ്പോവും. അന്ന് ഒരു വിദേശയാത്ര കഴിഞ്ഞ് അത് എത്ര കഷ്ടപ്പെട്ടാൽ പോകുന്നതെങ്കിലും മടക്കയാത്രയായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണല്ലോ എന്നുള്ളൊരു ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല വരുന്നത്. ഇന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങ് പോയ പോലെ തന്നെയോ അതിനേക്കാൾ എക്സൈറ്റഡ് ആയിട്ടോ ഞാൻ തിരിച്ചു വരുന്നത്. കാരണം എൻ്റെ നാട് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 27-28 വർഷം കൊണ്ട് ഇന്ത്യക്കുണ്ടായ കേരളം ഉൾപ്പെടെ മാറ്റം എന്ന് പറയുന്ന അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ രാജ്യത്തെ ഒരു 27 വർഷം മുമ്പ് ഇഷ്ടപ്പെട്ടതിനേക്കാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ചിന്തിച്ചിട്ട് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ തുടങ്ങുക. ചിലരുണ്ട് വീടിൻ്റെ പ്ലാൻ കണ്ടിട്ട് പണിയാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് പിന്നെ പണി തീരാതെ കിടക്കുന്ന നാട്ടുകാരോടും വീട്ടുകാരോടും ബാങ്കിൽ നിന്നും എല്ലാം ലോൺ എടുത്താൽ പൊങ്ങാത്ത ഒരു കാര്യമായി മാറുമ്പോഴാണ് നിങ്ങളത് പ്രതിസന്ധി തിരിച്ചറിയുന്നത്. പല ടെലിവിഷൻ ചാനലുകളും തുടങ്ങിയത് അങ്ങനെയാണ്. എടുത്താൽ പൊങ്ങാത്തത്ര ബാധ്യതകളുമായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് അവർക്ക് വലിയ കോടിക്കണക്കിന് രൂപ പരസ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള സ്ഥിതി വരുന്നത്. ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും സമ്പന്നമാണ്, ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ക്ലീനാണ്. ഇതിനകത്ത് വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ US ഒക്കെ പല സിസ്റ്റങ്ങളിലും നമ്മളെക്കാൾ മുന്നിലാണെന്നും അത് പലതും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവിടെ എല്ലാത്തിനും മാതൃകയാക്കാവുന്ന നാടാണെന്നാണ്. അല്ല, ടൂറിസ്റ്റുകൾ വരുന്ന ബഹുഭൂരിഷ സ്ഥലത്തും അവർക്ക് വേസ്റ്റ് ബിന്നുകളില്ല. പക്ഷേ അവിടെയൊന്നും വേസ്റ്റ് കിടക്കുന്നില്ല. അത് ടൂറിസ്റ്റുകളുടെ ഒരു മര്യാദ കൊണ്ട് ഇന്ത്യക്കാരെങ്ങാനും കൊണ്ടുപോയി വൃത്തികെട്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ആരും അവിടെ കൊണ്ടുപോയി വെറുതെ ഇടില്ല. വേസ്റ്റ് ബിൻ കണ്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? അവരുടെ പോക്കറ്റിലിടും. അത് 20 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ പൗരബോധമുള്ള, വൃത്തിയുള്ള, സാംസ്കാരിക ബോധമുള്ള, സിവിലൈസ്ഡായ ഒരു ജനം വസിക്കേണ്ട നാടാണെന്ന് നമ്മൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്താൽ അതിന് ചെയ്യേണ്ട പണി എന്താ? ആദ്യം ഇപ്പോൾ ഉള്ള കുട്ടിയെ ആ മട്ടിൽ ട്രെയിൻ ചെയ്തെടുക്കുക. അവനാണല്ലോ 20 കൊല്ലം കഴിഞ്ഞ് ഈ നാടിനെ നയിക്കുന്നത്. ഈ വഴിയിലൊക്കെ കാണുന്ന അവനെയാണല്ലോ. പിന്നെ അപ്പോൾ അതിപ്പോൾ തുടങ്ങുന്നത് എവിടെയാണ്? സ്കൂളിൽ തുടങ്ങണം, നഴ്സറി തുടങ്ങണം. അത് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൾ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് ഒരു പരാതി പറഞ്ഞു. ആ പരാതി കേട്ട പാടെ ഫാദർ വന്നിട്ട് പിടിച്ച് പടപടപടേന്ന് 5-6 അടി തരികയില്ലേ. അത് കഴിഞ്ഞാണ് ഇതെന്താ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ പിന്നെ പുള്ളി സൈലൻ്റായി. അപ്പോൾ ഈ എക്സ്പ്ലനേഷന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയുക പോലും ചെയ്യാതെ അന്ന് തല്ല് കിട്ടുമായിരുന്നു. തല്ലിയാൽ ഒരുത്തം നന്നാകുമോ എന്നുള്ള പരീക്ഷണം എൻ്റെ മേലും, തല്ലാതെ ഒരുത്തനെ നന്നാക്കാവോ എന്നുള്ളതിൻ്റെ പരീക്ഷണം എൻ്റെ അനിയൻ്റെ മേലുമാണ് പുള്ളി നടത്തിയത്. അതിൻ്റെ വിജയപരാജയം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ആ തല്ലുകൊണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ച് തല്ലിയത് അതൊന്നും നടന്നിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ കൂടുതൽ റിബലായി മാറിയിട്ടേ ഉള്ളൂ. ഏറ്റവും അടുത്ത് വന്ന സ്റ്റഡീസിലെല്ലാം പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് എഞ്ചിനീയർമാരെയും എല്ലാം നമ്മൾ സൃഷ്ടിച്ച് വിടുന്നുണ്ട്. പക്ഷെ ജോലി എടുക്കാൻ നേരത്ത് ഇതിൽ ജോബ് കൊടുക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസ് ലൈക്ക് അറിവ്, സ്കിൽസ് ഉള്ളവർ ഭയങ്കര കുറവുള്ളൊരു രാജ്യമാണ് നമ്മളെന്നുള്ളത്. നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, മാർക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ എംപ്ലോയബിൾ അല്ലാത്ത ഒരു വലിയ തലമുറയെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, മാറ്റങ്ങൾ വരുത്തുന്നില്ലെന്ന്. ഇപ്പോൾ സാർ പ്ലാനിങ് ബോർഡിലുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ അങ്ങനത്തെ ഒരു ചേഞ്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതിനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും അത്തരത്തിൽ വളരെ ഗൗരവകരമായ, അതായത് ഒരു 20 വർഷം കഴിഞ്ഞ് ഉള്ള ഇന്ത്യയെ നയിക്കേണ്ടത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നും 20 കൊല്ലം കഴിഞ്ഞുള്ള ഇന്ത്യ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മുടെ ആഗ്രഹം, അങ്ങനെ ആവണമെങ്കിൽ ഇവനെയാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്യേണ്ടത് എന്നും ചിന്തിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ കാണുന്നില്ല. 20 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ പൗരബോധമുള്ള, വൃത്തിയുള്ള, സാംസ്കാരിക ബോധമുള്ള, സിവിലൈസ്ഡായ ഒരു ജനം വസിക്കേണ്ട നാടാണെന്ന് നമ്മൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്താൽ അതിന് ചെയ്യേണ്ട പണി എന്താ? ആദ്യം ഇപ്പോൾ ഉള്ള കുട്ടിയെ ആ മട്ടിൽ ട്രെയിൻ ചെയ്തെടുക്കുക. അവനാണല്ലോ 20 കൊല്ലം കഴിഞ്ഞ് ഈ നാടിനെ നയിക്കുന്നത്. ഈ വഴിയിലൊക്കെ കാണുന്ന അവനെയാണല്ലോ. പിന്നെ അതെ. അപ്പോൾ അതിപ്പോൾ തുടങ്ങുന്നത് എവിടെയാണ്? സ്കൂളിൽ തുടങ്ങണം, നഴ്സറി തുടങ്ങണം. അത് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. ഇനി സഫാരി ഇപ്പം യൂട്യൂബിൽ ആണ്. അപ്പോൾ ഈ യൂട്യൂബല്ല, നമ്മൾ ട്രാൻസ്മിഷനാണ് നമ്മുടെ പ്രധാന പരിപാടി. നമ്മുടെ പ്രധാന ചാനൽ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ചാനൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ യൂട്യൂബ് നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. യൂട്യൂബ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? തന്നെയുമല്ല, ഞാൻ ഭാവിയിലേക്ക് കാണുന്നത് ഈ ബ്രോഡ്കാസ്റ്റ്, ഞാനതൊരു 5 കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. അന്നാരൊക്കെയോ മറ്റ് ചാനലുകളിലൊക്കെ അതിൻ്റെ ഹെഡുകളൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഈ സാറ്റലൈറ്റ് ചാനലും കൊണ്ട് മുമ്പോട്ട് പോകരുത്. നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയയുടെയും യൂട്യൂബിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം.
ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയാണ്, അല്ലാതെ കേബിളിലൂടെയും ഡിഷാൻറ്റിനെയും വെച്ച് കിട്ടുന്ന സാറ്റലൈറ്റിലേക്ക് അയച്ച് തിരിച്ചു വരുന്ന സാധനത്തിൻ്റെ കാലം തീരാൻ പോവാണ്. അത് അന്ന് തന്നെ ഞാനിതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പ്രബലമായോ അന്ന് മുതൽ ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന അതേ കണ്ടൻറ്റ് ഞാൻ യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയും വ്യൂവേഴ്സ് ഉണ്ട്. അവിടെ ഇല്ലാത്തവർ ഇവിടെയുണ്ട്, ഇവിടെ ഇല്ലാത്തവർ അവിടെയുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ വരുമാനം അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കണം അല്ലേ? അതായത് ഒരുപാട് ആളുകളായി യൂട്യൂബ് തരുന്ന പൈസയാണെങ്കിലും അതിനും കുറവ് വന്നു. എനിക്ക് തോന്നുന്നു യൂട്യൂബിനേക്കാൾ ഫേസ്ബുക്കാന്ന് തോന്നുന്നു കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിൽ വലിയ കൺട്രോൾ ഉണ്ടെന്ന്. ഈ കൺട്രോളിൽ വരുന്ന സമയത്ത് അത് എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് സാർ ഈ ബിസിനസ്സിൽ സാർ ഞാൻ അതിനെ ആശ്രയിച്ചല്ല പോകുന്നത്. ഞാനിപ്പോഴും സോഷ്യൽ മീഡിയ ആശ്രയിച്ചല്ല എൻ്റെ സംരംഭങ്ങളൊന്നും നടക്കുന്നത്. അതൊരു ടെലിവിഷൻ ചാനലും അങ്ങനെയല്ല ചെയ്യുന്നത്. അവർക്കതൊരു അഡീഷണൽ ഇൻകം മാത്രമാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിനാണെങ്കിലും റിപ്പോർട്ടർ ചാനലിനാണെങ്കിലും 24-നാണെങ്കിലും ഫ്ലവേഴ്സിനാണെങ്കിലും മഴവിൽ മനോരമയ്ക്കാണെങ്കിലും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻകം എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഇൻകം മാത്രമാണ്. അവരത് അവരുടെ ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ കാണുന്നത് പരസ്യ വരുമാനമോ അല്ലെങ്കിൽ മറ്റിൻകമാണ്. ഞാൻ അതിനകത്ത് മർക്കൻഡൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ പ്രോഡക്റ്റ്സ് വിൽക്കുന്നുണ്ട്. പല പല പ്രോഡക്റ്റ്സ് ഉണ്ട്. ട്രാവൽ ഉൾപ്പെടെ എൻ്റെ പ്രോഡക്റ്റ്സാണ്. ഞാൻ അതിലൂടെ ഇൻകം ഉണ്ടാക്കുന്നത്. രണ്ട് രീതിയിൽ ഒരാൾക്ക് പ്രോഫിറ്റഡായിട്ടൊരു സംരംഭം കൊണ്ടുപോകാം. ഒന്ന്, നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ നിങ്ങൾക്ക് അനാവശ്യ ചിലവുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഒരു സാധനം ഓടിക്കുകയും അതിലൂടെ കിട്ടാവുന്ന അത്ര ഇൻകം അവിടെ തന്നെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ഈവൻ ആവും. ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനം ഇതിനകത്തെ. ഞാൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരാളാണ്. അത് പാടാണ്, പക്ഷെ അത് സ്വായത്തമാക്കിയതാണ്. അതായത് രണ്ട് രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ചിന്തിച്ചിട്ട് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ തുടങ്ങുക. അത് ശരിയാണ്. ചിലരുണ്ട് വീടിൻ്റെ പ്ലാൻ കണ്ടിട്ട് പണിയാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് പിന്നെ പണി തീരാതെ കിടക്കുന്ന നാട്ടുകാരോടും വീട്ടുകാരോടും ബാങ്കിൽ നിന്നും എല്ലാം ലോൺ എടുത്താൽ പൊങ്ങാത്ത ഒരു കാര്യമായി മാറുമ്പോഴാണ് നിങ്ങളത് പ്രതിസന്ധി തിരിച്ചറിയുന്നത്. പല ടെലിവിഷൻ ചാനലുകളും തുടങ്ങിയത് അങ്ങനെയാണ്. എടുത്താൽ പൊങ്ങാത്തത്ര ബാധ്യതകളുമായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് അവർക്ക് വലിയ കോടിക്കണക്കിന് രൂപ പരസ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള സ്ഥിതി വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ സിമ്പിൾ സൊല്യൂഷൻസ് ഇതിനെല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുമ്പോൾ പോലും പഴയ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈറ്റുകളോ പഴയ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറകളോ ഒന്നും ഇന്ന് ആവശ്യമില്ല. ഇത് ഒരു 2 ലക്ഷം രൂപയുടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്യാമറകൾ ഇന്ന് കിട്ടും. എന്നാൽ ഒരു 10 കൊല്ലം മുമ്പ് തുടങ്ങിയ ചാനലുകൾ പലരും 16 ലക്ഷം 20 ലക്ഷം രൂപയുടെ ക്യാമറകൾ 10-30 എണ്ണം മേടിച്ച് വെച്ചിട്ടാണ് ചാനലുകളെ തുടങ്ങിയത്. ആ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായ കാര്യങ്ങളാണ്. കോടാനുകോടിയാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടത്തേണ്ടി വന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അല്ല ഞാനീ പറയുന്നത്. അപ്പം അതൊക്കെ ടെക്നോളജിയെ പഠിച്ച് നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇത്രയേ കോസ്റ്റ് ഉള്ളൂ എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈവിട്ട് കളി കളിക്കാം. അതെ, മനസ്സിലായില്ലേ? പരീക്ഷിക്കാം, പരീക്ഷണങ്ങൾ നടത്താം, നിങ്ങൾക്ക് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കാം. ഭയങ്കര കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്ന 2 മിത്തെന്ന് ഞാൻ പറയാനുള്ള റീസൺ വേറെ രാജ്യങ്ങളും കാണാനിട വന്നുകൊണ്ടാണ്. അതായത് ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും സമ്പന്നമാണ്, ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ക്ലീനാണ്. ഈ ഒരു ചിന്ത, ഇത് എനിക്കറിയാമല്ലോ, നമ്മളിപ്പം ഏത് യുദ്ധമുള്ള രാജ്യത്ത് പേര് കേൾക്കാത്ത രാജ്യങ്ങൾ വന്നാൽ പോലെ അവിടെ നിന്നൊരു പ്ലെയിൻ വരണം എന്നാണ് പറയുന്നത്. കാരണം അവിടെ നിറച്ച് മലയാളികളുണ്ട്, നമ്മുടെ ആൾക്കാർ വരാനുണ്ടത്. അപ്പോൾ ഈ ഒരു ചിന്ത, ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും സമ്പന്നമാണ്, ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ക്ലീൻ ആണെന്നൊരു ചിന്ത പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്? ഇതിനകത്ത് വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. ഇനി ഞാനൊരു സത്യം കൂടെ പറയാം. ഞാൻ പലപ്പോഴും ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ US ഒക്കെ പല സിസ്റ്റങ്ങളിലും നമ്മളെക്കാൾ മുന്നിലാണെന്നും അത് പലതും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവിടെ എല്ലാത്തിനും മാതൃകയാക്കാവുന്ന നാടാണെന്നാണ്. അല്ല, US സബ്വേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ന്യൂയോർക്കിലെ സബ്വേ സ്റ്റേഷൻ ട്രെയിൻ, നമ്മുടെ മെട്രോ പോലത്തെ ഭൂമിക്കടിക്കൂടെ അവിടെ നിൽക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ആ റെയിൽവേ ട്രാക്കിൽ കൂടെ എലി പെറ്റുപെരുകി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ മെട്രോ ട്രെയിനിനകത്ത് കൊക്കക്കോളയുടെ കുപ്പി മറിഞ്ഞ് വീണ് നിലത്തല്ലാതെ ചെതറിക്കിടക്കുന്ന ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ നമ്മുടെ കൊച്ചിയേക്കാൾ വൃത്തികെട്ട എത്രയോ സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ജപ്പാൻ പൊതുവെ വൃത്തിയല്ല എല്ലായിടത്തും. നിങ്ങൾ വൃത്തികേട് കണ്ടുപിടിക്കാൻ ജപ്പാനിൽ ഇറങ്ങിയ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വൃത്തികേട് നമുക്ക് കാണാനും പറ്റും, വൃത്തികെട്ട രീതി കിടക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ജപ്പാനിൽ കൂടെ ഈയിടെ പോയപ്പോഴാണ് ഞാനത് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ടൂറിസ്റ്റുകൾ വരുന്ന ബഹുഭൂരിപക്ഷ സ്ഥലത്തും അവർക്ക് വേസ്റ്റ് ബിന്നുകളില്ല.
പക്ഷേ അവിടെയൊന്നും വേസ്റ്റ് കിടക്കുന്നില്ല. അത് ടൂറിസ്റ്റുകളുടെ ഒരു മര്യാദ കൊണ്ട് ഇന്ത്യക്കാരെങ്ങാനും കൊണ്ടുപോയി വൃത്തികെട്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ആരും അവിടെ കൊണ്ടുപോയി വെറുതെ ഇടില്ല. വേസ്റ്റ് ബിൻ കണ്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? അവരുടെ പോക്കറ്റിലിടും അത്. അങ്ങനെയാണ് ഒരു സിസ്റ്റം. ജപ്പാനിലെ സിസ്റ്റം അതാണ്. നിങ്ങൾ ടൂറിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പിയോ വെള്ളമോ വെള്ളക്കുപ്പിയോ പ്ലാസ്റ്റിക് കൂടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുക. നിങ്ങളുടെ ഹോട്ടലിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ഈ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും മാത്രമേ അവർ വേസ്റ്റ് കളക്ട് ചെയ്യുള്ളൂ. അത് സോർട്ട് ചെയ്ത്. പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ പൊതുവേ കാണില്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഈയിടെ നമ്മളൊരു ഗൈഡിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പബ്ലിക് പ്ലേസുകളിൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വേസ്റ്റ് ഇടുന്ന ബിന്നുകളില്ലാത്തത്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യില്ല. ഇപ്പം മൂന്നാറിലേക്ക് പോകുന്നവൻ ആ വേസ്റ്റ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിലേക്ക് വെക്കണമെന്ന് വെച്ചാൽ മതി നിയമം. ഇത് നിയമം ഉണ്ടാക്കുകയല്ല വേണ്ടേ. നമ്മൾ കുട്ടികളെ ബാല്യം മുതൽ പഠിപ്പിച്ചാൽ ഇതൊക്കെ ശീലമാവും. നമ്മൾ മതം പഠിപ്പിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഈ സാമൂഹ്യ ബോധം കുട്ടികളെ പഠിപ്പിച്ചാൽ ഉണ്ടല്ലോ ചിലപ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ലാതായിപ്പോവും. 90s അത്ര എളുപ്പമല്ല നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് ചെല്ലുക, അവിടെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അവിടെ എത്തുക. പ്രോസസ്സ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അന്ന് കണ്ട ഇന്ത്യയും ഇന്ന് കണ്ട ഇന്ത്യയും താങ്കൾ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ തവണയും ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ എയർപോർട്ട് മുതൽ അവിടെയുള്ള കാര്യങ്ങൾ മുതൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. അന്ന് എയർപോർട്ടിൽ ചെന്ന് നിൽക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയും ഇന്ന് ചെന്ന് നിൽക്കുന്ന സാറും തമ്മിൽ ആ പ്രോസസ്സുകളിൽ തന്നെ ഇന്ത്യക്ക് കാണുന്നൊരു വലിയ വ്യത്യാസം എന്താണ് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ? അത് വേണമെങ്കിൽ ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയാവുന്ന കാര്യമുള്ളൂ. അന്ന് ഒരു വിദേശയാത്ര കഴിഞ്ഞ് അത് എത്ര കഷ്ടപ്പെട്ടാൽ പോകുന്നതെങ്കിലും മടക്കയാത്രയായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണല്ലോ എന്നുള്ളൊരു ഒരു ടെൻഷനായിരുന്നു. കാരണം എയർപോർട്ടിൽ കസ്റ്റംസുകാരുടെ ചോദ്യം ചെയ്യൽ മുതൽ അവിടുത്തെ ഫെസിലിറ്റി മുതൽ പിന്നെ അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ, നാട്ടിലേക്കാണല്ലോ വരുന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ യാത്ര കഴിയുകയാണല്ലോ എന്നുള്ളൊരു ദുഃഖത്തിലാണ് വരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല വരുന്നത്. ഇന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങ് പോയ പോലെ തന്നെയോ അതിനേക്കാൾ എക്സൈറ്റഡ് ആയിട്ടോ ഞാൻ തിരിച്ചു വരുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇവിടെ തന്നെ ചെയ്യാനുണ്ട്. എൻ്റെ നാട് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. എയർപോർട്ടുകൾ, മനുഷ്യർ, ഫെസിലിറ്റികൾ, ഇതെല്ലാം കഴിഞ്ഞ 27-28 വർഷം കൊണ്ട് ഇന്ത്യക്കുണ്ടായ കേരളം ഉൾപ്പെടെ മാറ്റം എന്ന് പറയുന്ന അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ രാജ്യത്തെ ഒരു 27 വർഷം മുമ്പ് ഇഷ്ടപ്പെട്ടതിനേക്കാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒറ്റക്കാര്യം ഒഴിച്ച് നമ്മൾ ഈ പറഞ്ഞ നാരോ മൈൻഡഡ് ആയിട്ട് ഈ വംശീയതയുടെയും വർഗീയതയുടെയും പേരിലുണ്ടാക്കുന്ന തോന്നിയാസങ്ങളും വൃത്തികേടുകളും ഒഴിച്ചാൽ ഒരു രാജ്യം എന്ന നിലയിൽ അതിൻ്റെ മാറ്റങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ മാറ്റങ്ങൾ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ 70കളിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഈ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒത്തിരി വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പം ഈ നമ്മൾ അതിൻ്റെ മാറ്റം കമ്പയർ ചെയ്തുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്ത്യ ഇപ്പം അന്ന് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ പെട്ടിക്കട പോലെ അവിടെ ഇല്ല, പലതും കുറേ ഇങ്ങനെ ഷീറ്റ് വിരിച്ച കുറേ സ്ഥലങ്ങളാണ്. പക്ഷെ പിന്നെ ഇപ്പോൾ നമ്മൾ ചെന്നിട്ട് അങ്ങനെ ഏത് സ്ഥലം എടുത്ത് നോക്കിയാലും നമുക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു. അതായത് 10x ടൈപ്പിൽ നമ്മൾ മാറി. പക്ഷെ അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ യാത്രകൾ ചെയ്തിട്ടില്ല. കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് 70s-ലുണ്ടായിരുന്നു, 80s-ലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നമ്മുടെ പോലെ ഇട്ട് എക്സ്പോണൻഷ്യലായിട്ട് വളരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്. അത് ശരിയാണോ? അതല്ല എൻ്റെ കാര്യം. അവർ 60കളിലും 70കളിലും തന്നെ അവിടെ എത്തി. അവിടെ ഇനി മാറ്റം വരുത്തണമെങ്കിൽ അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ഉണ്ടാവണം. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിൽ ഒരു മാറ്റം ഇനി നിങ്ങളൊരു 15 കൊല്ലം കഴിഞ്ഞെന്നാലും ഉണ്ടാവാൻ പോകുന്നില്ല. വല്ലോ മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന് വീണ പോലെ വല്ലോ ആക്സിഡൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു തീവ്രവാദി പ്രശ്നം ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ ഒരു പുതിയ കെട്ടിടം വരുന്നുള്ളൂ. അതർവൈസ് ഇവർ വളർന്നിരിക്കുന്നതൊക്കെ 200 കൊല്ലത്തേക്കൊക്കെയാണ്. അപ്പം അവിടുത്തെ ഫെസിലിറ്റികൾ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. നമുക്ക് ഇനിയും ഗ്രോ ചെയ്യാൻ ഒത്തിരി സ്കോപ്പ് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതാണല്ലോ നമ്മളെ ഗ്രോയിങ് എക്കോണമി എന്ന് പറയുന്നത്, അല്ല ഡെവലപ്ഡ് എക്കണോമി എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അല്ല നമ്മുടെ ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവർ ഡെവലപ്ഡ് ആണ്, അവർക്ക് ആ മാക്സിമത്തിലേക്ക് അവരെത്തി. ഇനിയുള്ളത് വളർച്ച എന്ന് പറയുന്നത് ടെക്നോളജിയിലാണ് കൂടുതലും വരുന്നത്. മനുഷ്യൻ്റെ ലൈഫ്, ടെക്നോളജി, അതൊന്നും നമ്മളൊരു രാജ്യത്തേക്ക് വിമാനത്തിൽ ചെന്നിറങ്ങുമ്പോഴോ റോഡിൽ കൂടെ പോകുമ്പോഴോ കാണണമെന്നില്ല. അതൊക്കെ ഇൻറ്റേർണലി നടക്കുന്ന മാറ്റങ്ങളാണ്. ടെക്നോളജി, പ്രോസസ്സ്, സിസ്റ്റംസ്, ഇതെല്ലാം മാറുന്നുണ്ട്. ഈ നമ്മൾ വിസിബിൾ ആകുന്ന പല കാര്യങ്ങളും വലിയൊരു അത്ഭുതം കാണിക്കാൻ അവർക്ക് പലപ്പോഴും പറ്റാത്ത അവസ്ഥയില്ല. കാരണം ഇപ്പം പാരീസിൽ ചെന്നു, പാരീസിൻ്റെ ആ ഓൾഡ് സ്ട്രീറ്റുകൾ, അല്ലെങ്കിൽ പാരീസിൻ്റെ ആ ക്ലാസിക് സ്ട്രീറ്റ്, സീൻ നദിയുടെ കരയിലുള്ള കാഴ്ചകൾ, നോത്തർഡാം കത്തീഡ്രൽ, അല്ലെങ്കിൽ ഈഫൽ ടവർ, ഇതൊന്നും മാറാൻ പോകുന്നില്ല ഉടനെ. അപ്പം അത് 70കളിൽ എടുത്ത ഫോട്ടോയും ഇന്നെടുത്ത ഫോട്ടോയും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതാണ് വ്യത്യാസം. നമുക്ക് പക്ഷേ അതല്ല. ഈ ദുബായിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ, ദുബായ് ഓരോ വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോഴും മാറുമല്ലേ.
അതിൻ്റെ കാര്യം ഇതാണ്, ദുബായ് ഇപ്പോഴാണ് വളരുന്നത്. മറ്റേത് അവരൊരു 100 കൊല്ലം മുമ്പേ വളർന്നു കഴിഞ്ഞു. അതാണ് കാര്യം. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെൻറ്റിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച്. അതായത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു ടേമാണ് പിള്ളേരെ അടിക്കാതെ വളർത്തുക. നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചില്ല, മക്കളുടെ ആഗ്രഹങ്ങളല്ലേ സാധിച്ചു കൊടുക്കുക. എനിക്ക് തന്നെ വളരെ അടുപ്പമുള്ള പലരും പറഞ്ഞു കേൾക്കുന്നതാണ്, അടിക്കണ്ട. അതിൻ്റെ കൂടെ ഞാൻ കണ്ടൊരു കമൻറ്റ് ഇതാണ്, ആ വീഡിയോയിൽ കണ്ട കമൻറ്റാണ്, വിദേശ രാജ്യങ്ങളിലൊന്നും പിള്ളേരെ അടിക്കുന്നില്ല, അടിച്ചാൽ പിടിച്ചുകൊണ്ട് പോകും, അവിടെയൊക്കെ പിള്ളേർ നന്നായിട്ടല്ലേ വളരുന്നത്. അതായത് ഇവിടെ അല്ലാത്ത വിദേശ രാജ്യങ്ങളിലെല്ലാം എല്ലാവരും നന്നായി വളരുന്നു. അതായത് തെറ്റിദ്ധാരണയും മിത്തും പലതും കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ശരിക്കും സങ്കടവും ഭയങ്കര ചിരിയും ഒരുമിച്ച് വന്നൊരു കമൻറ്റായിരുന്നു അത്. വിദേശത്തൊന്നും ആരും പിള്ളേരെ അടിക്കുന്നില്ല, അവരൊക്കെ നന്നായി അല്ലേ വളരുന്നതെന്നുള്ളത്. സർ ഒരുപാട് വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നാട്ടിലെ രീതികൾ കണ്ടിട്ടുണ്ട്. ഡു യു തിങ്ക് ലാളനകൾ മാത്രം കൊടുത്ത് ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കണം? ലാളന കൊടുത്ത് മാത്രം നമുക്കൊരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പരിഷ്കാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ നമ്മൾ ശിക്ഷിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. ആ ശിക്ഷയുടെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് പ്രശ്നം. ഇപ്പം ഞാനൊക്കെ ഒരു പ്രാകൃതമായ ഒരു പേരൻറ്റിങ്ങിന് വിധേയയാളാണ്. എൻ്റെ തലമുറയിലൊക്കെയുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കണം. ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഞാൻ ഓർക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൾ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് ഒരു പരാതി പറഞ്ഞു. ആ പരാതി കേട്ട പാടെ ഫാദർ വന്നിട്ട് പിടിച്ച് പടപടപടേന്ന് 5-6 അടി തരികയത്. അത് കഴിഞ്ഞാണ് ഇതെന്താ പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ പിന്നെ പുള്ളി സൈലൻ്റായി. അപ്പോൾ ഈ എക്സ്പ്ലനേഷന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയുക പോലും ചെയ്യാതെ അന്ന് തല്ല് കിട്ടുമായിരുന്നു. ഞാൻ പലപ്പോഴും ഞാനും എൻ്റെ അനുജനുമായിട്ട് 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ അനുജൻ സ്കൂളിൽ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴാണ് ഫാദർ സ്കൂൾ ആരംഭിക്കുന്നത്. എൻ്റെ അനുജന് പഠിച്ചത് പിന്നീട് ഒരു 5ാം ക്ലാസ്സിന് ശേഷം പഠിച്ചത് പിതാവ് ആരംഭിച്ച ഈ CBSE സ്കൂളിലാണ്. അവനാണ് ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ്. ആ സമയമാകുമ്പോഴത്തേക്കും ഫാദറിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും പേരൻറ്റിങ് കാഴ്ചപ്പാടുകളും എല്ലാം മാറി. പുള്ളി ഒരു ആധുനിക മനുഷ്യനായി മാറി. അടിയൊക്കെ നിർത്തിയെന്ന് മാത്രമല്ല, ചിരിച്ചുകൊണ്ടേ കുട്ടികളെ സമീപിക്കാവുള്ളൂ. മുമ്പേ പറഞ്ഞ പോലത്തെ ഒരു പ്രിൻസിപ്പളിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സ്കൂളിൽ ഇടയ്ക്ക് എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കും ഗസ്റ്റായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയും, എൻ്റെ പിതാവിൻ്റെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളുടെ ഇരകളാണ് ഞാനും എൻ്റെ അനിയനും. തല്ലിയാൽ ഒരുത്തം നന്നാകുമോ എന്നുള്ള പരീക്ഷണം എൻ്റെ മേലും, തല്ലാതെ ഒരുത്തനെ നന്നാക്കാവോ എന്നുള്ളതിൻ്റെ പരീക്ഷണം എൻ്റെ അനിയൻ്റെ മേലുമാണ് പുള്ളി നടത്തിയത്. അതിൻ്റെ വിജയപരാജയം ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ തല്ലി ഒരുത്തനെ നന്നാക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ മേൽ പുള്ളി പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഉത്തരം ഞാൻ പറയുന്നില്ലെന്ന്. ആ തല്ലുകൊണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ച് തല്ലിയത് അതൊന്നും നടന്നിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഞാൻ കൂടുതൽ റിബലായി മാറിയിട്ടേ ഉള്ളൂ. അനാവശ്യമായ ശിക്ഷണങ്ങൾ നമ്മളെ. എന്നാൽ ഈ കാര്യം എന്നെ വിളിച്ചിരുത്തി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും അതുണ്ടാക്കാവുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വേറൊരു ടെക്നോളജി ഇതിനുണ്ട്. ഇപ്പം തല്ല് അല്ലെങ്കിൽ ശിക്ഷണം, ഭയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മോശം കാര്യമൊന്നുമല്ല. ഒരു തല്ലൊക്കെ ജീവിതത്തിലെങ്കിലും കൊണ്ടിരിക്കുന്ന നല്ലതാണെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? എന്നതുകൊണ്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ, സ്വിറ്റ്സർലൻഡിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ ഒന്നും കുട്ടികളെ തല്ലുന്നില്ല, ശിക്ഷിക്കുന്നില്ല എന്നതുകൊണ്ട് അവരെല്ലാം മിടുക്കന്മാരെ വളരുന്നു എന്നുള്ളതും തെറ്റായ ധാരണയാണ്. അവിടെയൊക്കെ എത്ര ജയിലുകളുണ്ടെന്നും അവിടുത്തെ കോടതികളിൽ കേസ് എത്ര ഡെയിലി നടക്കുന്നുണ്ടെന്നും എത്ര പേര് ജീവപര്യന്തം തടവിനും വധശിക്ഷയ്ക്കും വിധേയമാകുന്നുണ്ടെന്നും ഒക്കെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ നമുക്കിതെല്ലാം കിട്ടും. ഇതൊക്കെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൺവിക്റ്റഡ് പ്രിസണേഴ്സ് എത്രയുണ്ട് ആ രാജ്യത്തൊക്കെ. അപ്പം ഇതിനൊന്നും ഒരു കുറവുമില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ലോകം മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലും എല്ലാം കണക്കെടുത്തു കഴിഞ്ഞാൽ, ഈ മതങ്ങളുടെ പരിശീലനം, ചിട്ട, അതനുസരിച്ച് ജീവിക്കുന്നു, അതനുസരിച്ച് കുട്ടികളെ വളർത്തുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലൊക്കെ വളർത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ജയിലുകളിലെ പ്രാതിനിധ്യം നോക്കിയാൽ എല്ലാവരും തുല്യരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇന്ന മതക്കാരുടെ എണ്ണം കുറവെന്ന് പറയാൻ പറ്റില്ല. പോപ്പുലേഷൻ ആനുപാതികമായിട്ട് ആ ആളുകളെല്ലാം അവിടെയുണ്ട്. ഏത് രാജ്യത്തുമുണ്ട്. നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈയിടെ കേരളത്തിലെ ഒരു പ്രിസൺ, നമ്മുടെ സഫാരിയിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാനൊരു പ്രിസണിൻ്റെ സൂപ്രണ്ടായിരുന്ന ആളോട് ചോദിച്ചു, ഈ ഓരോ ഇതിലും ഏത് മതത്തിൽപ്പെട്ടവരാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കുറവുള്ളത്? അപ്പോൾ പുള്ളി പറയുന്നത് അത് റീജിയൻ തിരിച്ചാണ്. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളാണ്,
മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ ജയിലിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ, ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശത്ത് ഹിന്ദുക്കളാണ് ആ ജയിലിൽ കൂടുതൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ നന്നാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ റിഫോം ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ജയിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ സിസ്റ്റം. അപ്പം മനുഷ്യൻ്റെ മനസ്സ്, കുട്ടികളെ ഫോം ചെയ്യുന്നതിന് വികസിത നാടുകളിൽ കുറച്ചുകൂടെ റിഫൈൻഡ് ആണ് സംവിധാനങ്ങൾ. അതിനെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അതായത് അവരുടെ പൊതുബോധം, സാമൂഹ്യബോധം, സാംസ്കാരിക ബോധം, അവരുടെ പൗരബോധം, ഇതൊക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കി മാറ്റുന്നതിൽ അവരുടെ വിദ്യാഭ്യാസവും ആ പേരൻറ്റിങ്ങും ഒക്കെ സഹായിക്കുന്നുണ്ട്. അവിടെ ഈ പരിശീലനം കിട്ടിയ കുട്ടി തന്നെയാണ് നാളത്തെ പേരൻ്റ് ആവുന്നുള്ളത് കൊണ്ട് തന്നെ ആ പേരൻറ്റിന് അറിയാം എന്താണ് കുട്ടിയെ പരിശീലിപ്പിക്കേണ്ടതെന്ന്. അത് വലിയൊരു ഘടകമാണ് അവിടെ. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ താങ്കളുടെ ഇപ്പുറത്തെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഏതായാലും വളരെ കണ്ടൻറ്റുള്ള, സബ്സ്റ്റൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സർ.